മലയാള പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടനായിരുന്നു കലാഭവൻ നവാസ്. കലാഭവൻ നവാസിന്റെ വിയോഗ വാർത്ത കേട്ട് മലയാളികളെ വളരെയധികം ദുഃഖത്തിലാണ് ആഴ്ത്തിയത്. അവസാനമായി സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു നവാസിന്റെ വിയോഗം സംഭവിക്കുന്നത്. സിനിമയ്ക്കിടയിലായിരുന്നു നവാസ് മരണപ്പെട്ടത്. അതോടെ പ്രേക്ഷകരെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ ആ വാർത്ത പുറത്തു വരികയായിരുന്നു. അതിനുശേഷം കലാഭവൻ നവാസ് അവസാനം എഴുതിയ നാടകം കാണാൻ വേണ്ടിയെല്ലാം തന്നെ ഒരുപാട് കുടുംബ പ്രേക്ഷകരും വന്നിരുന്നു. കലാഭവൻ നവാസ് എൻ്റെ മകനെ പോലെ തന്നെയാണ്. എൻ്റെ മകനാണ് നവാസ് എന്നും 22 വർഷമായി എൻ്റെ കൂടെയുണ്ട് എന്നെല്ലാം തന്നെ രഹനിയുടെ വാപ്പ പറയുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ വഴി വലിയ രൂപത്തിൽ വൈറലായി മാറിയിട്ടുണ്ടായിരുന്നു. സംസാരിക്കുന്നതിനിടെ നവാസിന്റെ 2 മക്കളെയും വേദിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. അവർ ഇരുവരും കരയുകയാണ് എന്ന് എനിക്കറിയാം. രഹനിയുടെയും നവാസിന്റെയും വിവാഹത്തിനു ശേഷം വീട്ടിലെ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ അറിഞ്ഞിട്ടില്ല. എല്ലാം അവൻ തന്നെയായിരുന്നു ചെയ്തത്. സ്വന്തമായി ഒരു ഡ്രസ്സ് പോലും ഞാൻ മേടിച്ചിട്ടില്ല. എനിക്ക് എല്ലാം അവൻ തരുമായിരുന്നു. മറ്റൊരാളെ കുറ്റം പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അത്രത്തോളം നല്ലൊരു വ്യക്തിയായിരുന്നു കലാഭവൻ നവാസ്. സാധാരണ കുടുംബങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വഴക്കെല്ലാം കാണില്ലേ? ഇവർ തമ്മിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അത്രത്തോളം സ്നേഹത്തിലായിരുന്നു രഹനിയും നവാസും. നവാസിന് രഹനിയും ഞങ്ങളും എല്ലാം തന്നെയായിരുന്നു ലോകം. അത് തന്നെയായിരുന്നു അവൻ്റെ കുടുംബം. ഇടയ്ക്ക് വെച്ച് നവാസിന് വലിയ രൂപത്തിലുള്ള വിമർശനവും വന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും പണമുണ്ടായിട്ടും എന്തിനാണ് ചെറിയ വീട്ടിൽ താമസിക്കുന്നത് എന്ന തരത്തിലെല്ലാം തന്നെ ഒരുപാട് ചോദ്യങ്ങൾ വന്നിരുന്നു. നവാസിന് വേറെയും വീടുണ്ട്, എന്നിരുന്നാൽ കൂടി ഈ ചെറിയ വീട്ടിൽ താമസിക്കുന്നതാണ് നവാസിന് ഇഷ്ടം. ഒരു കടം പോലും ഇല്ലാത്ത വ്യക്തിയാണ്. അതുമാത്രമല്ല, മറ്റൊരാളെ സഹായിക്കുന്നതിൽ അത്രമാത്രം സന്തോഷവും അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. പണം എന്ന് പറയുന്നത് വെറും പേപ്പറല്ലേ ഉപ്പ, അത് ചെലവാക്കാനുള്ളതല്ലേ എന്ന് പലപ്പോഴും എന്നോടും ചോദിച്ചിട്ടുണ്ട്. ആ ഒരു മനസ്സൊന്നും തന്നെ എല്ലാവർക്കും പെട്ടെന്ന് ലഭിക്കുകയില്ല. നവാസിന്റെ ശൂന്യത ആ വീട്ടിൽ എത്രമാത്രം ബാധിച്ചിട്ടുണ്ട് എന്ന് അവർ ഓരോരുത്തരുടെയും മുഖം നോക്കിയാൽ അറിയാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം നവാസ് അഭിനയിച്ച അവസാനമായി ഇറങ്ങിയ സിനിമ ചലച്ചിത്രം കാണാൻ വേണ്ടി നവാസിന്റെ കുടുംബം തിയേറ്ററിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കണ്ടാൽ തന്നെ അവർ എത്രമാത്രം ആഴത്തിലാണ് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിരുന്നാലും നവാസിന്റെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ എന്ന് തന്നെയാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. രഹന ഇതെല്ലാം മറന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് ഇനി മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് പ്രേക്ഷകരും പ്രാർത്ഥിക്കുന്നത്. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ്.